അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ മുഹിബ്ബീങ്ങളെ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നമ്മുടെയൊക്കെ മദ്ഹബിൻ്റെ ഇമാമാണ്. വലിയ മഹാനാണ്, ലോകം അറിയപ്പെട്ട മഹാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പദവികളും അംഗീകാരങ്ങളും കൊടുത്ത മഹാനാണ്, എല്ലാവർക്കും അറിയാം. എന്നാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് വലിയ പദവികളും അംഗീകാരങ്ങളും കിട്ടിയ ഒരു സ്വലാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാർ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പൊതുവെ സലാത്ത് എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മുത്തുനബിൻ്റെ മേലിൽ സലാത്ത് ചെല്ലുക നമ്മളെപ്പോഴും ഡെയിലി നമ്മൾ ചെല്ലേണ്ട ഒരു വലിയൊരു കാര്യമാണ് സലാത്ത് എന്ന് പറഞ്ഞത്. സലാത്ത് മുറുകെ പിടിച്ചാൽ, സലാത്തിൻ്റെ പ്രചാരകനായാൽ, പ്രബോധകനായാൽ, സലാത്തിൻ്റെ വാഹകനായാൽ ബുദ്ധിമുട്ട് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകൂല എന്ന് ഒട്ടനേകം മഹാന്മാർ പറഞ്ഞതാണ്. അല്ലാഹു തആല ഖുർആനിലും പറഞ്ഞു, ഇന്നല്ലാഹു മലായികത്തുഹു എന്ന് പറയുന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർവ്വ മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സലാത്ത് മുറുകെ പിടിക്കണം. എന്നാൽ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് വലിയ പദവി കിട്ടിയ ഒരു സലാത്ത് എന്നൊക്കെ പറയുമ്പം നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമുമാവുക, അതുപോലെ തന്നെ മുത്തുനബിൻ്റെ സലാത്തു ആവുക, ഒരുപാട് നേട്ടങ്ങളാണ്. ഏതാണ് ആ സലാത്ത്, എന്താണ് ആ സംഭവം? ഇമാം ഖതീബ് ഷർബീനി റഹിമഹുല്ലാ അവിടുത്തെ മുഗ്നി മുഹ്താജ് എന്ന് പറയുന്ന ഷാഫിഈ മദ്ഹബിലെ ആധികാരിക ഫിഖ്ഹിൻ്റെ ഗ്രന്ഥമാണ് മുഗ്നി മുഹ്താജ്. ഇതിൻ്റെ 1-ാം വള്യത്തിൻ്റെ 402-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഫായിദത്തുൻ കാലൽ ഇസ്ബഹാനിയു, ഇമാം ഇസ്ബഹാനി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയണേ. ഇസ്ബഹാനി തങ്ങൾ എന്തേ പറഞ്ഞു? റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാമി, ഞാൻ നബിതങ്ങളെ സ്വപ്നത്തിൽ ഉറക്കലായിട്ട് കണ്ടു. ഫഖുൽതു ലഹു, അപ്പം ഞാൻ നബിതങ്ങളോട് ചോദിച്ച്, യാ റസൂലല്ലാഹ്, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ ബിൻ അമ്മിക്ക, ഷാഫി ഇമാം നിങ്ങളുടെ എളാപ്പാൻ്റെ മോനല്ലേ, അമ്മിൻ്റെ മോനല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹൽ ഖസസ്ത ഹു ബിഷൈഇൻ, മഹാനായ ഷാഫി ഇമാമിനൊരു പ്രത്യേകമായി കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, ഒരു പ്രത്യേകത ഷാഫി ഇമാമിന് എന്തെങ്കിലും കൊടുത്തോ എന്ന് ഞാൻ നബിതങ്ങളോട് ചോദിച്ച് എന്ന് ഇസ്ബഹാനി തങ്ങൾ. ഖാല, അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, നഅം, അതെ കൊടുത്തിട്ടുണ്ട്. എന്തേ കൊടുത്ത്? സഅൽതു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചു, അസ്സ വജല്ല, റബ്ബ് തആലയോട് ഞാൻ ചോദിച്ചെന്താ? അല്ലാ യുഹാസിബഹു, ഷാഫി ഇമാമിനെ ഹിസാബ് എടുക്കരുത് ഞാൻ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാമിനെ ഹിസാബ് എടുക്കരുത് എന്ന് ഞാൻ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് നബിതങ്ങൾ പറയണമെങ്കിൽ ഷാഫി ഇമാമിൻ്റെ പവർ എത്രയാണ്, ഷാഫി ഇമാമിൻ്റെ പദവി എത്രയാണ്. അള്ളാഹുവിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഷാഫിയെ ഹിസാബ് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹ് കുൽത്തു, അപ്പോൾ ഇസ്ബഹാനി തങ്ങൾ പറയാണ്, ഞാൻ ചോദിച്ചു, ബിമാദാ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറയാൻ കാരണം? അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഒന്നുണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ. വഖാല, അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹു കാന യുസല്ലി അലയ്യ സ്വലാത്തൻ ലം യുസല്ല അലയ്യ മിസ്ലുഹാ, അവിടുന്ന് ഒരു സലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു, ആ സലാത്ത് അതുപോലത്തെ സലാത്തിൽ നിന്ന് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, അതുപോലെ വേറെയില്ല. അതിൻ്റെ കാരണങ്ങളെ കൊണ്ടാണ് ഞാൻ അവിടത്തേക്ക് ഹിസാബ് വേണ്ടാന്ന് അള്ളാഹുവിനോട് പറയാൻ കാരണം, ഞാൻ അവിടുന്ന് അള്ളാഹുവിനോട് അങ്ങനെ പറഞ്ഞത്, ഞാൻ ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഫഖുൽതു, അപ്പോൾ ഇസ്ബഹാനി തങ്ങൾ പറയാം, ഞാൻ ചോദിച്ചു, അമാ തിൽക സ്വലാത്തു യാ റസൂലല്ലാഹ്, ആ സലാത്ത് ഏതാണ്? അല്ല, ആ സലാത്തൊന്നും അറിഞ്ഞിരുന്നായിരിക്കണമല്ലോ, ആ സലാത്ത് ഏത്? വഖാല, അപ്പം നബി തങ്ങൾ പറഞ്ഞു, കാന യഖൂലു, ഷാഫി ഇമാം പറയുമായിരുന്നു, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ കുല്ലമാ ദക്കറക ദാക്കിറൂന എന്നതിൽ കൊടുത്ത്. എന്നാൽ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു തുഹ്ഫ അധികരിച്ചുകൊണ്ട് ഇത് എൻ്റെ ഷർവാനിയിലും പറയുന്നുണ്ട് ഇതേ സംഭവം തന്നെ. അവിടെ ഷർവാനി ദക്കറഹു ദാക്കിറൂന എന്ന് പറഞ്ഞു, അപ്പോൾ രണ്ടും പറ്റും. ദക്കറക ദാക്കിറൂന അല്ലെങ്കിൽ ദക്കറഹു ദാക്കിറൂന വസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കുല്ലമാ ഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ എന്ന് പറയുന്ന സലാത്ത് നബിതങ്ങൾ പറഞ്ഞു. ഇതായിരുന്നു ഷാഫി ഇമാം പ്രചരിപ്പിച്ചതും ഷാഫി ഇമാം ചൊല്ലിയതും ഒക്കെയായ സലാത്ത് എന്ന് പറയുമ്പോൾ
ആ സലാത്തിന് വലിയൊരു മഹിമയുണ്ട്, മഹത്തരുണ്ട്. ഇത് പല സ്ഥലത്തും ഉണ്ട്. ഇത് ഓരോരുത്തും എന്നല്ല, പലയിടത്തും ഇത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുലൈമാനുൽ ജമൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ ജമലിൽ ഇത് പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് നിഹായീകരിച്ചുകൊണ്ട് ഷബ്രാ മല്ലിസി പറയുന്നുണ്ട്, പലയിടത്തും ഉണ്ട്. എന്നാൽ നമ്മുടെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്നെ ഫതുഹുൽ മുഈൻ അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെ അവസാനിപ്പിച്ച്? ഈ സലാത്ത് കൊണ്ട് അവസാനിപ്പിച്ച്. ഫത്തുൽ മീൻ നോക്കിയാൽ കാണാം, ഇത് ഫത്തുൽ മീൻ. ഇത് അവസാനിപ്പിക്കുമ്പോൾ അങ്ങനെ അവസാനിപ്പിച്ച്. ഇതിൻ്റെ അവസാനം ഖാത്തിമത്തുൽ കിതാബ് ഉണ്ടോ, 640 പേജിൽ ഖാത്തിമത്തുൽ കിതാബ്. ഈ കിതാബിൻ്റെ അന്ത്യം, അവസാനം കുറിക്കുകയാണ്. അവിടെ പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി കുല്ലമാ ദക്കറക വദക്കറഹു ദാക്കിറൂൻ വഗഫല അൻ ദിക്രിക വദിക്രിഹിൽ ഗാഫിലൂൻ. ഉണ്ടോ, ആ സലാത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടാണ് ഫത്തുൽ മീൻ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് ഫത്തുൽ മീൻ്റെ അറിയപ്പെട്ട ഹഷ്യാണല്ലോ ഈ ആനത്തു ത്വാലിബീൻ. ആ ഈ ആനത്തിൽ സയ്യിദുൽ ബക്കരി അവിടെ ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. ഈ ആനത്തിൻ്റെ 4-ാം വാള്യം, ഇതിൻ്റെ 531 പേജിൽ ആ സലാത്ത് പറഞ്ഞിട്ട് പറയാണ്, ഖാല മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കം റഹിമഹുല്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കം റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താ? റഅയ്തു ഷാഫിഅ, ഞാൻ ഷാഫി ഇമാമിനെ കണ്ടു ഉറക്കിൽ. അപ്പോൾ ഷാഫി ഇമാമിനെ അവിടുന്ന് കണ്ടു ഫിൽ മനാമി, ഉറക്കിൽ. നേരത്തെ ഇസ്ബഹാനി തങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടപ്പോഴായി സംഭവമൊക്കെ ഉണ്ടായത്. ഇത് നേരിട്ട് ഷാഫി ഇമാമിനെ കാണണം. ആര്? മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കം എന്നവർ. ഫഖുൽതു ലഹു, അപ്പോൾ ഞാൻ ഷാഫി ഇമാമിനോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക യാ ഇമാം, ഓ ഇമാം അവറുകളെ, നിങ്ങൾക്ക് അല്ലാഹു തആല എന്തൊക്കെ തന്നത്? കാരണം മദ്ഹബിൻ്റെ ഇമാമല്ലേ, വലിയ മഹാനല്ലേ, അതുകൊണ്ട് അല്ലാഹു തആല നിങ്ങൾക്ക് എന്തൊക്കെ തന്നു? അപ്പോൾ എന്നോട് ഷാഫി ഇമാം പറഞ്ഞത് റഹിമനി വഗഫറലി, എനിക്ക് അല്ലാഹു തആല ഒരുപാട് തന്നിട്ടുണ്ട്, റഹ്മത്ത് ചെയ്തിട്ടുണ്ട്, അപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടുന്ന് മുഹമ്മദ് ബിൻ ഹക്കം എന്നിവർ പറയാണ്, ഫഖുൽതു, അപ്പം ഞാൻ ചോദിച്ചു, ബിമാദ ബലഗത് ഹാദൽ ഹാൽ, ഈ അവസ്ഥ നിങ്ങൾക്ക് എത്തിക്കിട്ടാൻ കാരണം, ബിമാദ, ഈ പറയുന്ന അവസ്ഥ കിട്ടാനുള്ള കാരണം എന്താണ്? നല്ലൊരവസ്ഥയാണല്ലോ വന്നത്, എങ്ങനെയാണ് ഇത് എത്തിച്ചത് എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞ എന്താ? ഞാനൊരു സലാത്ത് എന്തു ചെയ്തു? പ്രചരിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ബിമാ ഫി കിതാബിർ റിസാലത്തി മിന സ്വലാത്തി അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ റിസാല എന്ന് പറയുന്ന കിതാബിൽ ഞാനൊരു സലാത്ത് പ്രചരിപ്പിച്ചു, അതിൻ്റെ കാരണങ്ങളെ കൊണ്ടാണ്. കാല മുഹമ്മദ് ബിൻ ഹക്കം എന്നിവർ പറയാണ്, ഫലമ്മ അസ്ബഹത്തു, ഞാനങ്ങനെ നേരം പുലർന്നു, അങ്ങനെ ഉണർന്നു. അഖത്തുർ റിസാലത്ത, ഞാൻ ആ റിസാല എന്ന കിതാബ് എടുത്ത് നോക്കി. വനളർത്തു, ഞാൻ അതിലേക്ക് നോക്കി. ഫവജത്തു, അപ്പം ഞാൻ എത്തിച്ചു, ഞാൻ കണ്ടു. ഏതാണ് ആ കിതാബ്? ഇതാണ് ആ കിതാബ്, ഷാഫി ഇമാമിൻ്റെ റിസാലയാണിത്. റിസാല ഒറ്റ വള്ളിതും, റിസാലത്തും ഫീ ഇൽമി ഉസൂലുൽ ഫിഖ്, ഇതിലുണ്ട്. അപ്പോൾ എടുത്തു നോക്കി, ഇതിലുണ്ട്. ഇതിൻ്റെ 12-ാമത്തെ പേജിൽ ഇത് പറയുന്നുണ്ട് ആ സലാത്തിനെ പറ്റിയിട്ട്. ഉണ്ടോ? ഫസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ കുല്ലമാ ദക്കറഹു ദാക്കിറൂന വഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ എന്ന് പറയുന്ന സലാത്ത്. അവിടെ സലാത്തുമായി തുടക്കത്തിൽ ഷാഫി ഇമാം ഈ റിസാലിൻ്റെ കുറച്ച് ആ തുടക്കത്തിൽ കുറച്ച് സലാത്തിനെ പറ്റി കുറച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, വലിയ ഫളായിലുകളൊക്കെ. ഇത് ഫിഖിലെ ഉസൂല. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ സലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് നിങ്ങൾ എൻ്റെ സലാത്ത് ചെല്ലണമെന്നൊക്കെ പറഞ്ഞ് പ്രചോദനം കൊടുത്ത് ഈ പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രചാരകനായതുകൊണ്ടാണ് എനിക്കത് കിട്ടിയത് എന്ന് ഷാഫി ഇമാം തന്നെ അവിടുത്തെ അനുയായികളോടൊക്കെ പറഞ്ഞ സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? വലിയ സലാത്താണ്. ഇമാണ്ട മങ്കൂസ് മൗലിദ് നമ്മളൊക്കെ പാരായണം ചെയ്യണം. മങ്കൂസ് മൗലിദ് പോലെ ഓതലുണ്ടല്ലോ. ആ മങ്കൂസ് മൗലിദ് അവസാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സലാത്ത് കൊണ്ടാണ്. എടുത്തു നോക്ക്, ആ സലാത്താണ് ഈ സലാത്ത്. ഇനി കിട്ടാത്തൊരു മങ്കൂസ് മൗലിദ് നിർത്തി നോക്കിയാൽ അതിൻ്റെ അവസാനക്കായത്തിൻ്റെ അവസാന സലാത്ത് മങ്കൂസ് മൗലിദ് അവസാനിക്കുന്നത് ഈ സലാത്ത് കൊണ്ടാണ്. അത് നോക്കിയാൽ അവിടെ കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞ സംഗതിയൊക്കെ അവിടെ കിട്ടും. എളുപ്പമുള്ളവർക്ക് നോക്കിയാൽ കിട്ടും. നമ്മളൊക്കെ ചെല്ലുന്നതാണ്. ധാരാളം ചെല്ലുക, നമ്മളും ധാരാളം ചെല്ലുക. അല്ലാഹു തആല നമുക്കും വലിയ എൻ്റെ ബർക്കത്തും ഒക്കെ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി തരുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഇതിൻ്റെ പറഞ്ഞതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഒക്കെ അല്ലാഹു തആല നമുക്ക് പാപങ്ങൾ പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അലം ബിസ്സലാം.